രാഷ്ട്രീയത്തിൽ അമിതമായ ആത്മവിശ്വാസം പലപ്പോഴും അഹങ്കാരമായി മാറും. ആ അഹങ്കാരത്തിനേറ്റ ഏറ്റവും മധുരമുള്ള എന്നാൽ ഏറ്റവും വലിയ പ്രഹരത്തിനാണ് ബീഹാറിലെ ബങ്കിപ്പൂർ ഇന്ന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. കഥ തുടങ്ങുന്നത് കുറച്ച് മധുരത്തിൽ നിന്നാണ്. കൃത്യമായി പറഞ്ഞാൽ 200 കിലോ ലഡുവിൽ നിന്ന്. അതെ, വോട്ടെണ്ണൽ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ബങ്കിപ്പൂരിൽ തങ്ങളുടെ വിജയം ഉറപ്പിച്ച് BJP പ്രവർത്തകർ തയ്യാറാക്കി വച്ച 200 കിലോ ലഡു. ആ ലഡു ഇപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് BJP നേതൃത്വം. കാരണം 1995 മുതൽ തങ്ങൾ കുത്തയാക്കി വച്ചിരുന്ന, ഒരിക്കലും തകരില്ലെന്ന് അഹങ്കരിച്ചിരുന്ന അവരുടെ സ്വന്തം കാവിക്കോട്ടയിൽ ഇന്ന് വീശിയടിച്ചത് മറ്റൊരു കൊടുങ്കാറ്റാണ്. മുൻനിര രാഷ്ട്രീയ പാർട്ടികളെ അപ്രസക്തമാക്കിക്കൊണ്ട് ജനസൂരജ് പാർട്ടിയുടെ പ്രശാന്ത് കിഷോർ ബങ്കിപ്പൂരിൽ ചരിത്ര വിജയം കുറിച്ചിരിക്കുകയാണ്. അതും 10,000-ലധികം വോട്ടുകളുടെ വമ്പൻ ഭൂരിപക്ഷത്തിൽ. അധികാരത്തിൻ്റെ ഉത്തുംഗ ശൃംഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ജനങ്ങളെ എക്കാലവും ഉറക്കിക്കിടത്താമെന്ന കേന്ദ്ര ഭരണകൂടത്തിൻ്റെ ധാർഷ്ട്യത്തിനേറ്റ കനത്ത തിരിച്ചടിയാണ് ബങ്കിപ്പൂർ. തോൽവി അറിയാത്തവർ എന്ന് സ്വയം വിശേഷിപ്പിച്ചവർ തങ്ങളുടെ സ്വന്തം മണ്ണിൽ സ്വന്തം ജനതയാൽ തിരസ്കരിക്കപ്പെട്ടിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ കേവലം ഒരു പ്രാദേശിക ഭരണവിരുദ്ധ വികാരമായി മാത്രം ചുരുക്കിക്കാണാൻ കഴിയില്ല. ഇതിന് പിന്നിൽ വലിയൊരു തീപ്പൊരിയുണ്ട്. രാജ്യത്തെ ക്യാമ്പസുകളിൽ നിന്ന് തൊഴിലില്ലായ്മയുടെ നടുക്കടലിൽ പെട്ടുപോയ ലക്ഷക്കണക്കിന് യുവതീ യുവാക്കളുടെ കണ്ണീരിൽ കുതിർന്നു വന്ന തീപ്പൊരി. കേന്ദ്ര സർക്കാരിൻ്റെ വിദ്യാർത്ഥി വിരുദ്ധ നയങ്ങൾക്കെതിരെ, ചോദ്യപേപ്പർ ചോർച്ചകൾക്കെതിരെ, തങ്ങളുടെ ഭാവിയെ വച്ച് പന്താടുന്ന ഭരണകൂട ഭീകരതയ്ക്കെതിരെ രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹം ഒന്നടങ്കം തെരുവിലിറങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ തെരഞ്ഞെടുപ്പ് കടന്നു വന്നത്. വിദ്യാർത്ഥികൾ എന്നാൽ സമൂഹത്തിൻ്റെ പ്രതിഫലനമാണ്. അവർ ചിന്തിക്കുമ്പോൾ കുടുംബങ്ങൾ ചിന്തിക്കുന്നു. സമൂഹത്തിൻ്റെ ചിന്താഗതികൾ മാറുന്നു. തങ്ങളുടെ മക്കളുടെ ഭാവി ഇരുളിലാക്കുന്ന ഒരു സർക്കാരിനെതിരെ അവരുടെ പ്രതിഷേധം വെറും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ഒതുങ്ങുന്നതല്ല എന്ന് ഈ യുവത തെളിയിച്ചിരിക്കുന്നു. ബങ്കിപ്പൂരിലെ പോളിംഗ് ബൂത്തുകളിലേക്ക് അവർ നടന്നെടുത്തത് വോട്ടുകളിലൂടെ തങ്ങളുടെ വിധി എഴുതാൻ മാത്രമല്ല, മറിച്ച് അഹങ്കാരികളായ ഭരണാധികാരികളുടെ കരണത്തടിക്കാൻ കൂടിയാണ്. യുവത്വത്തിൻ്റെ ഈ രോഷം തിരിച്ചറിയാൻ കഴിയാതെ പോയതാണ് BJPയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ പരാജയം. ബങ്കിപ്പൂരിലെ ഈ വിധി കേന്ദ്രത്തിനെതിരെയുള്ള പ്രതിഷേധം മാത്രമല്ല, ബീഹാറിലെ ജീർണിച്ച അവസരവാദ രാഷ്ട്രീയത്തിനെതിരെയുള്ള ജനങ്ങളുടെ ശക്തമായ താക്കീത് കൂടിയാണിത്. അധികാരത്തിന് വേണ്ടി ആരുടെ കൂടെയും എപ്പോൾ വേണമെങ്കിലും കൂട്ടുകൂടാൻ മടിയില്ലാത്ത രാഷ്ട്രീയ നേതൃത്വമാണ് ബീഹാറിൻ്റേത്. ആശയങ്ങളോ ആദർശങ്ങളോ ഇല്ലാത്ത, കേവലം കസേരകൾക്ക് വേണ്ടി മാത്രം നടക്കുന്ന മുന്നണി മാറ്റങ്ങൾ. ഇന്ന് പ്രതിപക്ഷത്തിരുന്ന് സർക്കാരിനെ അഴിമതിക്കാരെന്ന് വിളിക്കുന്നവർ നാളെ അതേ സർക്കാരിൽ മന്ത്രിമാരാകുന്ന വിചിത്രമായ രാഷ്ട്രീയ നാടകം കണ്ട് മനം മടുത്തിരിക്കുകയാണ് ബീഹാറിലെ സാധാരണ ജനങ്ങൾ. BJPയും ജനതാദൾ യുണൈറ്റഡും RJDയും ഉൾപ്പെടുന്ന പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളെ വെറും വോട്ട് ബാങ്കുകളായി മാത്രമാണ് കണ്ടിരുന്നത്. ഈ ജീർണതയ്ക്കൊരു മാറ്റം വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നു. പുതിയൊരു രാഷ്ട്രീയ സംസ്കാരം ബീഹാർ അർഹിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവാണ് പരമ്പരാഗത രാഷ്ട്രീയത്തിൻ്റെ ചട്ടക്കൂടുകളെ പൊളിച്ചെറിയാൻ ബങ്കിപ്പൂരിലെ ജനങ്ങളെ പ്രേരിപ്പിച്ചത്. BJPയെ സംബന്ധിച്ചിടത്തോളം ബങ്കിപ്പൂർ വെറുമൊരു മണ്ഡലമായിരുന്നില്ല, അവരുടെ അന്തസ്സിൻ്റെ പ്രതീകമായിരുന്നു. BJP അധ്യക്ഷൻ നിതിൻ നവീൻ രാജ്യസഭയിലേക്ക് പോയതിനെ തുടർന്ന് ഒഴിവുവന്ന സീറ്റാണിത്. തലസ്ഥാന നഗരിയായ പാട്നയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന BJPയുടെ വോട്ട് ബാങ്കുകൾ തിങ്ങിപ്പാർക്കുന്ന മണ്ഡലം. ഈ കോട്ട കാക്കാൻ BJP യുവമോർച്ച നേതാവായ നീരജ് കുമാർ സിൻഹയെയാണ് കളത്തിലിറക്കിയത്. എന്നാൽ വളരെ കുറഞ്ഞ പോളിംഗ് ശതമാനമാണ് ബങ്കിപ്പൂരിൽ രേഖപ്പെടുത്തിയത്. ഇത് BJPയുടെ പരമ്പരാഗത വോട്ടർമാർ കാണിച്ച വലിയൊരു നിസ്സംഗതയായിരുന്നു. ഭരണകൂടത്തോടുള്ള എതിർപ്പും വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ രോഷവും സ്വന്തം വോട്ടർമാരെ പോലും ബൂത്തുകളിൽ എത്തുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. ഈ മൗനത്തിൽ വലിയൊരു കൊടുങ്കാറ്റ് ഒളിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ BJP വൈകിപ്പോയി. അതാണ് അവർക്ക് ലഡു വാങ്ങിവെച്ച് വിലാപകാവ്യം പാടേണ്ട ഗതികേടുണ്ടാക്കിയത്. ഇരുണ്ട രാഷ്ട്രീയ കാലാവസ്ഥയിലേക്കൊരു പുതിയ പ്രത്യാശയുമായാണ് ജനസൂരജ് പാർട്ടിയുടെ സ്ഥാപകനായ പ്രശാന്ത് കിഷോർ ബങ്കിപ്പൂരിൽ കളത്തിലിറങ്ങിയത്. ഇതുവരെ മറ്റു പാർട്ടികൾക്ക് വേണ്ടി പിന്നാമ്പുറങ്ങളിൽ ഇരുന്ന് തന്ത്രങ്ങൾ മെനഞ്ഞിരുന്ന ഇന്ത്യയിലെ ഏറ്റവും മികച്ച തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ ആദ്യമായി നേരിട്ട് തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയപ്പോൾ അത് ബീഹാറിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ തീരുമാനമായി മാറി. RJDയുടെ സ്ഥാനാർത്ഥിയായി മുൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച രേഖ ഗുപ്തയും മത്സരരംഗത്തുണ്ടായിരുന്നു എങ്കിലും യഥാർത്ഥ പോരാട്ടം നടന്നത് BJPയും ജനസൂരജും തമ്മിലായിരുന്നു. പരമ്പരാഗത രാഷ്ട്രീയക്കാരെ പോലെ ജാതിയും മതവും പറയാതെ കൃത്യമായ ഡാറ്റയുടെയും വികസന കാഴ്ചപ്പാടിൻ്റെയും അടിസ്ഥാനത്തിലാണ് പ്രശാന്ത് കിഷോർ ജനങ്ങളെ സമീപിച്ചത്. രാഷ്ട്രീയ മാറ്റം ആഗ്രഹിച്ചിരുന്ന വിദ്യാർത്ഥികളും യുവാക്കളും പ്രശാന്ത് കിഷോറിൽ തങ്ങളുടെ രക്ഷകനെ കണ്ടു. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിൻ്റെ ദിനം, അതായത് ഇന്ന്, ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഭാവിയെ മാറ്റിമറിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. ഓരോ റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോഴും BJPയുടെ പ്രതീക്ഷകൾ അസ്തമിച്ചുകൊണ്ടിരുന്നു.
ആദ്യ റൗണ്ട് മുതൽ ലീഡ് നിലനിർത്തിയ പ്രശാന്ത് കിഷോർ വോട്ടെണ്ണൽ പുരോഗമിക്കും തോറും തൻ്റെ ലീഡ് ഉയർത്തിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ വോട്ടെണ്ണൽ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ 10,000-ലധികം വോട്ടുകളുടെ വമ്പൻ ഭൂരിപക്ഷവുമായാണ് പ്രശാന്ത് കിഷോർ BJPയുടെ അഭിമാന പോരാട്ടത്തിൽ അവരെ മലർത്തിയടിച്ചിരിക്കുന്നത്. വിജയമുറപ്പിച്ച് കളത്തിലിറങ്ങിയ BJPയുടെ നീരജ് കുമാർ സിൻഹ രണ്ടാമതും പ്രതിപക്ഷ വോട്ടുകൾ സമാഹരിക്കാമെന്ന് വ്യാമോഹിച്ച RJDയുടെ രേഖ ഗുപ്ത മൂന്നാമതുമായി പിന്തള്ളപ്പെട്ടു. പരമ്പരാഗത ഭരണ പ്രതിപക്ഷ പാർട്ടികളെ ജനങ്ങൾ പൂർണ്ണമായും കൈവിട്ടു എന്നതിൻ്റെ വ്യക്തമായ സൂചന കൂടിയാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം. ഈ കണക്കുകൾ നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. തങ്ങളുടെ അപ്രമാദിത്വം എക്കാലവും നിലനിൽക്കുമെന്ന് വിശ്വസിച്ച BJPക്ക് കിട്ടിയ ഇരുട്ടടിയാണിത്. പ്രധാനമന്ത്രിയുടെ പേരും വൈകാരിക വിഷയങ്ങളും മാത്രം പറഞ്ഞ് വോട്ട് ചോദിച്ചാൽ ഇനി ഇന്ത്യയിലെ യുവത അതിൽ വീഴില്ല എന്ന് ബെങ്കിപ്പൂർ വിളിച്ചു പറയുന്നു. ഭരണകൂടത്തിൻ്റെ ഗർവിനും ധാർഷ്ട്യത്തിനും മുന്നിൽ തലകുനിക്കാൻ ഇന്നത്തെ യുവത തയ്യാറല്ല. മാത്രമല്ല, ഇത് പരമ്പരാഗത പ്രതിപക്ഷ പാർട്ടികൾക്കും വലിയൊരു പാഠമാണ്. BJP വിരുദ്ധ വോട്ടുകൾ യാന്ത്രികമായി തങ്ങളുടെ പെട്ടിയിൽ വീഴുമെന്ന് വിശ്വസിക്കുന്ന പാർട്ടികൾക്ക് കൃത്യമായ ഒരു ബദൽ നയം മുന്നോട്ട് വയ്ക്കാൻ കഴിയില്ലെങ്കിൽ ജനങ്ങൾ പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ തേടിപ്പോകുമെന്ന് ജനസൂരജിൻ്റെ മുന്നേറ്റം തെളിയിക്കുന്നു. ബെങ്കിപ്പൂർ എന്നത് ഒരു തുടക്കം മാത്രമാണ്. അഹങ്കാരത്തിൻ്റെ ഗോപുരങ്ങളിൽ വാഴുന്നവർക്കുള്ള ഒരു അന്ത്യശാസനം. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയാകെ ആഞ്ഞു വീശാൻ പോകുന്ന വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെ ഡ്രസ് റിഹേഴ്സലാണ് നമ്മൾ ബെങ്കിപ്പൂരിൽ കണ്ടത്. കേന്ദ്ര സർക്കാരിനെതിരെ വിദ്യാർത്ഥികൾ തെളിച്ച തീപ്പന്തം ഇന്ന് ബീഹാറിലെ കാവിക്കോട്ടകളെ ചുട്ടരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇത് ബീഹാറിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പ്രതിഭാസമല്ല. രാജ്യമെങ്ങും പുകയുന്ന ഭരണവിരുദ്ധ വികാരത്തിൻ്റെ, തൊഴിലില്ലാത്ത യുവതയുടെ നിരാശയുടെ ചെറിയൊരു സ്ഫോടനം മാത്രമാണിത്. ബെങ്കിപ്പൂരിൽ പരാജയപ്പെട്ടത് ഒരു സ്ഥാനാർത്ഥി മാത്രമല്ല, ധാർഷ്ട്യം നിറഞ്ഞ ഒരു രാഷ്ട്രീയ ശൈലി കൂടിയാണ്. ഈ കാറ്റൊരു കൊടുങ്കാറ്റായി മാറി വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഗതി മാറ്റി എഴുതുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് യഥാർത്ഥ യജമാനന്മാർ എന്ന് ഭരണാധികാരികളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ബെങ്കിപ്പൂർ പുതിയ ചരിത്രം രചിക്കുകയാണ്. അതെ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പുതിയൊരു പ്രഭാതം പൊട്ടിവിടരുകയാണ്. ബെങ്കിപ്പൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് ആ മാറ്റത്തിൻ്റെ ദൂരം വളരെ ചെറുതാണ്. BJP പ്രവർത്തകർക്ക് ബാക്കിയായ ആ 200 കിലോ ലഡു ഇനി അവർക്ക് സ്വയം തിന്നുക മാത്രമേ നിവർത്തിയുള്ളൂ.